ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന സീരീസിന്റെ അവസാനത്തെ ഏകദിനം നാളെയാണ്. ഓൾറെഡി ഇന്ത്യ പരമ്പര നേടിയതുകൊണ്ട് നാളത്തെ മാച്ച് ഇന്ത്യക്ക് വെറും ചടങ്ങാണ്. ഇപ്പോഴത്തെ ഇന്ത്യ നാളത്തെ മാച്ചിൽ വലിയ മാറ്റങ്ങളാണ് ടീമിൽ വരുത്തിയിരിക്കുന്നത്. 3 സർപ്രൈസ് താരങ്ങളെയാണ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവരായിരിക്കും നാളെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ഏകദിനത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏകദിനത്തിലെ ഓപ്പണിംഗ് ഇപ്പോൾ സെറ്റാണ്. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടുപേരും ഫോമിലേക്ക് എത്തി. ഇന്ത്യക്ക് ഇപ്പോൾ തലവേദന കോഹ്ലിയുടെ ഫോം മാത്രമാണ്. 3ാം നമ്പറിൽ കോഹ്ലി ശക്തമായാൽ ശ്രേയസ് 4ാം നമ്പറിലുണ്ട്. ഇന്ത്യയുടെ മിഡിൽ ഓർഡർ ശക്തമാണ്. പക്ഷേ KL രാഹുൽ ഫോം ഔട്ടാണ്. അതുകൊണ്ട് നാളത്തെ മാച്ചിൽ പുതിയ കീപ്പറായിരിക്കും ഇന്ത്യക്ക്. അത് മറ്റാരുമല്ല, ഋഷഭ് പന്താണ്. രാഹുലിന് റെസ്റ്റാണ്. അതുപോലെ ജഡേജയ്ക്ക് പകരം കുൽദീപ് യാദവ്, അതുപോലെ ഷമിക്ക് റെസ്റ്റ് കൊടുത്തേക്കും. മൊത്തത്തിലൊരു അടിമുടി മാറ്റമാണ് ഇന്ത്യ നോക്കുന്നത്. അതുമാത്രമല്ല, ശുഭ്മാൻ ഗില്ലിന് ചിലപ്പോൾ അവസരം നാളെ കിട്ടിയേക്കില്ല. ഗില്ല് 2 മാച്ചിലും ഫോമായിരുന്നു. ഗില്ല് നേരത്തെ കഴിവ് തെളിയിച്ചതുകൊണ്ട് ജയ്സ്വാളിന് ഓപ്പണിംഗിൽ ഒരു അവസരം കൊടുക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ജയ്സ്വാളിന് ഓപ്പണിംഗിൽ ഇറക്കാൻ ഇന്ത്യൻ ടീമിന് പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ജയ്സ്വാളിനെ എടുത്തിരിക്കുന്നത്. ജയ്സ്വാള് ആദ്യ ഏകദിനത്തിൽ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് ഗില്ലിന് റെസ്റ്റ് കൊടുത്ത് ജയ്സ്വാളിനെ നാളത്തെ മാച്ചിൽ കളിപ്പിച്ചേക്കും. നാളത്തെ മാച്ച് കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരാൻ സാധിക്കും. ഇങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ട് നാണം കെടും. ഇന്ത്യക്ക് മുന്നിൽ അവർക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യക്ക് ഇംഗ്ലണ്ട് ഒരു ഇര പോലുമല്ല. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. രോഹിത്, ജയ്സ്വാള്, കോഹ്ലി, ശ്രേയസ്, പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, ഋഷഭ് പന്ത്, ജഡേജ, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, ഷമി. നാളെ ഉച്ചയ്ക്ക് 1:30 തന്നെയാണ് മാച്ച് ആരംഭിക്കുന്നത്. സഞ്ജുവിനെ ഏകദിനത്തിൽ എടുക്കാത്തതിൽ മലയാളി ആരാധകർ നിരാശയിലാണ്. സഞ്ജു അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചു. എന്നിട്ടും താരം പുറത്താണ്. ഇതുവരെ ഒരു ഏകദിനം പോലും കളിക്കാത്ത ജയ്സ്വാള് ടീമിലുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.